കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാവഹാരിക സാമൂഹിക അന്തരീക്ഷത്തിൽ അത് കടുത്ത വാക്കാത്, വ്യാവഹാരിക സാമൂഹിക അന്തരീക്ഷം, അധാർമിക പ്രവൃത്തികൾ ധർമ്മവ്യവസ്ഥിതിയെ തകിടം മറിക്കും വിധം ശക്തമായി വെല്ലുവിളിക്കുമ്പോൾ ന്യൂനപക്ഷമായ ധർമ്മിഷ്ഠർ നോക്കുകുത്തിയാവുന്ന അവസ്ഥയാവുന്നില്ലേ? ഇത്തരം അധാർമികതയ്ക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ എന്താണ് ഉപായം? നോക്കുകുത്തിയാവരുത്. മഹാദുഷ്ടന്റെ ദുഷ്ചെയ്തിയേക്കാൾ അപകടകരമാണ് ധർമ്മിഷ്ഠന്റെ മൗനം. ഏറ്റവും മഹാദുഷ്ടന്റെ നെറികേടിനേക്കാൾ അപകടകരമാണ് ധർമ്മിഷ്ഠന്റെ മൗനം. ദുശാസനേക്കാളും ദുര്യോധനനേക്കാളും തെറ്റല്ലേ മൗനം അവലംബിച്ച ഭീഷ്മര് ചെയ്തത്? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ നിർത്തവിടെ എന്ന് പറഞ്ഞ് നടുത്തളത്തിലേക്ക് ചാടിയിരുന്നെങ്കിൽ നിൽക്കില്ലായിരുന്നോ? അത് ഒരു സ്ത്രീയെ അപമാനിക്കരുത്, യുവതിയെ അപമാനിക്കരുത്, നിർത്തവിടെ എന്ന് ഭീഷ്മര് പറഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ധർമ്മിഷ്ഠരുടെ മൗനം ഏറ്റവും അപകടകരമാണ്. ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കൂ. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവടികളും സദാനന്ദ സ്വാമികളും ശുഭാനന്ദ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ മൗനമായി ഇരുന്നിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി? നിർമ്മലാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദ ഗുരു, രാമാനന്ദ ഗുരുദേവൻ, ആഗമാനന്ദ സ്വാമികൾ, ഇങ്ങോട്ട് വരിക പട്ടിക. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയാൽ തൈക്കാട്ട് അയ്യാവ്, അയ്യാ വൈകുണ്ഠസ്വാമി, വേലായുധ പണിക്കര്, പണ്ഡിറ്റ് കറുപ്പൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, ഈ മഹാപുരുഷന്മാരൊക്കെ മൗനമായി ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം എത്രമാത്രം അന്ധകാരാവൃതമാകുമായിരുന്നു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കണില്ല, ഞങ്ങൾ ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് എവിടെയെങ്കിലും ഇരുന്നോളാമെന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിൽ എന്താ? ശ്രീനാരായണ ഗുരുദേവന് വല്ല ആവശ്യമുണ്ടോ? അവിടെ ആ മലേൻ്റെ മുകളിൽ ഇരുന്നാൽ പോലെ ഇരുന്നോ? ചട്ടമ്പി സ്വാമിക്ക് വല്ല ആവശ്യമുണ്ടോ? അവിടെ എങ്ങാണ്ട് സുഖമായിട്ട് ശാപ്പാടടിച്ച് ഇരുന്നാൽ പോലെ ഇരുന്നോ? ഏത് വീട്ടിൽ ചെന്നാലും സ്വീകരണം, പിന്നെന്താ? അതുകൊണ്ട് മനസ്സിലാക്കുക, ധർമ്മച്യുതിയെക്കുറിച്ച് തിരിച്ചറിവ് കൈവന്നവര് ശാസ്ത്രീയമായി സമൂഹത്തിൽ ഇടപെടുകയും ഇതെന്നെ ബാധിക്കുന്നതല്ല എന്ന രോഗം മാറ്റി പ്രതികരിക്കുകയും ചെയ്യുക അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ആപത്താണ്, ആപത്ത്. ലോകത്തെ മുഴുവൻ നേർവഴിയിലേക്ക് നയിച്ചത് ഭൂരിപക്ഷമല്ല, ക്രിയാത്മക ന്യൂനപക്ഷമാണ്, ക്രിയേറ്റീവ് മൈനോറിറ്റി. ആ ക്രിയാത്മക ന്യൂനപക്ഷമാവാൻ സ്വയം സജ്ജരാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല.